പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ? കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ? വിരലിൽ നിന്നും വഴുതി വീണു വിലസമായൊരാദിതാളം. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിധുരയാമി വീണപ്പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം. കന്മതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി. സ്വരമുറങ്ങും നാവിലെന്തേ വരിമറന്ന പല്ലവി. മഞ്ഞുറയും രാവറയിൽ മാമലരായി നീ കൊഴിഞ്ഞു. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ? കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ? വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. തേജസ് എന്തോ
എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? സൂപ്പർ. നിനക്കപ്പൊ ശബ്ദമൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലേ ചേച്ചി? എന്തായാലും പോരാ. ആണോ? കുറച്ചുകൂടെ വേണം സംസാരത്തിലല്ലാന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. അല്ല എന്നാലും പറയൊരു ശ്രുതി ചലഞ്ച് റൗണ്ട് എങ്ങനെ ഉണ്ടായി? എന്തൊരു വല്ലാത്തൊരു ഒറ്റപ്പെടലായി, ഏകാന്ത പഥികൻ ഞാൻ, ഏകാന്തത ഫീൽ. ബാക്കി എല്ലാവർക്കും ആശ്വാസമായിരുന്നു. അവന് മാത്രം ഒറ്റപ്പെടലായിരുന്നു. ഓക്കെ, ചോദിക്കാം. ശരത് സർ, അവന് ഉഗ്രം പാട്ട്, താങ്ക് യു സർ. അസാധ്യ പാട്ട്. അതിന്റെ ഡീറ്റെയിൽസ് പറയും, പിന്നെ പറയാൻ. ഓഹോ, ഇത് മൂവി മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ മൂവിയാണ്. മ്യൂസിക് ചെയ്ത് MG രാധാകൃഷ്ണൻ സാറാണ്. എഴുതിയത് ബിച്ചു തിരുമല സാറാണ്. പാടിയത് യേശുദാസ് സാറാണ്. അവന് ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ നിനക്കൊരു ഒറ്റ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു ഇഡ്ഡലി അതങ്ങനെ ഒറ്റയടിക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല, 2 കഷ്ണാക്കിട്ട് കഴിക്കാം. ഞാൻ ചോദിച്ച ചോദ്യം നീ എനിക്ക് ഓപ്ഷൻ തരരുത്. ചോദിച്ചതിന് ഒരു ഉത്തരം. സേ യെസ് ഓർ നോ. ഒരു ഇഡ്ഡലി മൊത്തം ഇങ്ങനെ അങ്ങനെ വായിക്കകത്ത് കയറ്റാൻ പറ്റുമോ? ഇല്ല. എന്നാ അത് കയറ്റി പഠിക്കണം. നീ വാ തുറക്കുന്നില്ല. ഞാനതിൻ്റെ ഇവിടുന്ന് എൻ്റെ ഈ ഒരു ശാരീരിക അവസ്ഥയിൽ നിനക്കിങ്ങനെ ഹിപ്പോപ്പൊട്ടാമസ് ആവുന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടൊന്ന് നീ അത് കേൾക്കുന്നുമില്ല. വായ തുറക്കണം. ഓക്കെ സാർ. കാരണം നീ നല്ലൊരു പാട്ടുകാരനാണ്. എന്താ പറയണ്ടത്, വളരെ ജ്ഞാനസ്ഥനാണ്. നന്നായിട്ടാണ് പാടുന്നത്. ഇത് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, ഒരു ഡൗട്ടുമില്ല. വിരഹഗാനം എന്ന് പറയുക കാര്യമില്ല, ഏമ്പക്കം വിടുന്ന പോലെ ഇരിക്കും. പാടിക്കേ, വിരഹഗാനം ഒന്ന് പാടിക്കേ. വിരഹഗാനം ഗാനം എന്നാ കേൾക്കുന്ന വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. അതൊക്കെ സംബന്ധിച്ച് ഈ വായ തുറക്കുന്നില്ലെന്ന് ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ. അത് നീ തുറക്കണം. അത് നല്ല പാട്ടുകാരനാണ്, അതിലൊരു ഡൗട്ട് കേട്ടോ. കുറേ സന്തോഷം. പിന്നെ ഈ ശ്രുതി ഇല്ലാതെ ഈ ലോൺലി ആയപ്പോൾ കുറച്ച് താഴേക്ക് ശ്രുതി ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എന്തോ എങ്ങനെയൊക്കെ വന്നങ്ങ് ചേർന്ന അവസാനം അത് വരുമ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചേരുമല്ലോ. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം ഇല്ലായിരുന്നു എങ്കിലും. പക്ഷെ അവന് ഒറ്റപ്പെടലിന്റെ വേദന ഉണ്ടായിരുന്നു. നെഞ്ച് പൊട്ടി നീ നിന്ന് കരയുന്നത് എനിക്ക് ഫീൽ ചെയ്തു. കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെടലിന്റെ വേദന മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം. ഞാൻ പോവാ. ഞാനിപ്പോ അതിനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. ചേച്ചിക്ക് അറിയോ? ഇല്ല. മഞ്ജരിക്ക് ഒറ്റപ്പെടലിന്റെ വേദന ഇല്ല. ഇല്ല ഇല്ല. മഞ്ജരിക്ക് ഇരട്ടപ്പെടലിന്റെ വേദന. ഇവനുണ്ടല്ലോ ഒറ്റപ്പെടലിന്റെ വേദന. നിനക്ക് ഒറ്റപ്പെടലിന്റെ വേദന ഉണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു പെടലും കൂടി വെക്കാം. ഓ, ആ പെടൽ. എനിക്ക് 2 പെടലുള്ള സൈക്കിളും പറ്റൂല, ബാലൻസ് ഇല്ല. 3 പെടൽ വേണം. അതൊരു 500-1000 രൂപ കൈ വെച്ചിരുന്ന ചെറിയ പിള്ളേരുടെ സൈക്കിളെ ഓടിക്കാൻ പറ്റും. 2 സൈഡില് വേറെ എക്സ്ട്രാ വീല്. മഞ്ജരി ചവിട്ടുമല്ല, നടക്കുക. ഓക്കെ, താങ്ക് യു സർ. ഷാനിക്ക നന്നായിട്ട് പാടി. താങ്ക് യു സർ. തേജസ്, ഇത് ടെക്നിക്കലി ഇത് കറക്റ്റാണ്. പാടിയത് ഒക്കെ ആ ഒരു പാട്ടിന് വേണ്ട ഒരു മൂടും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് തേജസ്, വാ തുറന്ന് പാടുന്നുള്ളത്. എസ്പെഷ്യലി ദാസർ ഇങ്ങനെ വിധുരയാമി എന്നൊക്കെ പറയുമ്പോൾ പോകുന്ന ഒരു ഹൈറ്റ്സ് ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ സ്വരമുറങ്ങും ആ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ഉള്ളിലെ വിങ്ങിയ വേദന. അതായത് സ്വന്തം സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് സുഹൃത്ത് പോലും അറിയാതെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്ന ഒരാളുടെ എല്ലാ ഫീലിങ്സും ഉണ്ട് ഈ ഒരു പാട്ടിൽ. അപ്പോൾ ആ ഒരു സംഭവം നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഹൈസ് പോകേണ്ട സ്ഥലത്ത് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഫേഷ്യൽ സംഭവം നമ്മളൊന്ന് ശരിയാക്കണം. വാ തുറന്ന് പാടേണ്ട അടുത്ത് വാ തുറന്ന് തന്നെ പാടണം. അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സിംഗ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മള് സിനിമയെ കുറിച്ച് നമ്മൾ പറയാത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. അതെ, എത്രയോ തവണ നമ്മൾ പറഞ്ഞു. അതെ, ഒരു പ്രേതം ഇല്ലാതെ വേണ്ട. അതന്നെ. അതായത് ടെക്നിക്കലി ആ സിനിമയില്
പ്രേതം എന്ന് പറയുന്ന ഒരാളില്ല. ഇല്ല. ആ അങ്ങനെ പ്രേതം ഇല്ലാതെ ഒരു മനുഷ്യൻ ഇത്രയും പേടിപ്പിച്ച ഒരു സിനിമ. ഓഫ് കോഴ്സ്, യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ചേച്ചി തേജസ്, യെസ് മാം. തൃപ്തിയായില്ലേ? മതിയായി. ഇനിയെങ്കിലും ഒന്ന് വായി തുറക്കൂ, ഓക്കെ. കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ അപ്പ് ആവാം. ഇതില് നല്ല ഫീൽ ഉണ്ടായിരുന്നു മോനത് പാടുമ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു പാട്ട് ഒരു ഏകാന്തതയിലേക്ക് പോകുന്ന പോലത്തെ പാട്ടിന്റെ ഫീല് എളുപ്പത്തിൽ പിടിച്ച് പാടുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു ചേതോവികാരം? പിന്നെ ഈ ശ്രുതി നിർത്തിയ സമയത്ത് എനിക്ക് ആ ഒരു അനുപല്ലവിയുടെ ഫിനിഷിങ് മോനെ ഒന്ന് പാടിയാ ലൈന്. കൺമതിലും കാരിരുളും ആ ഉമ്മിന്റെ ഉമ്മ കേക്കണം. കാരിരുളും കാരണം ആ നോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അത് വെറുതെ പോയതല്ല. അത് ആ എല്ലാ നോട്ട്സും നേരത്തെ പാടിയപ്പോൾ അത് ക്ലിയർ ആയില്ല മോൻ എന്താ അവിടെ പാടിയെന്നുള്ളത്. അതേപോലെയാണ് അതിന്റെ ചരണത്തിലും വരുന്ന പോർഷൻ. അതിന്റെ ഒരു ഏറ്റവും ബ്യൂട്ടി വരുന്ന ഒരു പോർഷനാണ് അനുപല്ലവിന്ന് ഫിനിഷ് ചെയ്ത് പല്ലവിയിലേക്ക് പോകുന്ന സ്ഥലം. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു ആ നോട്ട്സിനൊക്കെ. അതേ ഉള്ളൂ മോനെ ഞാൻ എഴുതി വെച്ചത്. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പാടിയതിനകത്തൊരു നല്ല ഫീൽ ഉണ്ടായിരുന്നു, ആസ്വദിച്ച് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.8 താങ്ക് യു സർ. ഷാനിക്ക. 8.8. താങ്ക് യു ഷാനിക്ക. ചേച്ചി മാർക്ക് ദാ ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.6. പക്ഷേ പോകല്ലേ നീ, ഇവ മണിച്ചിത്രത്താഴിലെ പാട്ടൊക്കെ ആയിട്ടാണല്ലോ വന്നത്. യെസ്, രജിത്തേട്ടൻ ആ ഒരു മ്യൂസിക് ഇട്ടപ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടി. ശരത് സർ, Yes. ഇതിനു മുന്നേ ഇവിടെ ദേവസേന ആവാൻ പറഞ്ഞപ്പോ ചേച്ചി കൂളായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തു. അയ്യാ. ചേച്ചി ഒന്ന് നാഗവല്ലി ആകാമോ? ഈശ് മഞ്ചരി. അത് സ്വഭാവം ചേച്ചി വെച്ചാൽ തന്നെയാണ്. നാഗവല്ലി ആവോ പ്ലീസ്? അല്ല, വേണ്ടേ? പാറു ആ നാഗവല്ലിയായിട്ടാ ജീവിക്കുന്നു. കാരണം ശരത് സാറിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. അതെ, ഞാനാരും നാഗവല്ലൻ. പ്ലീസ് അപ്പൊ ആയേ പറ്റൂ. തമ്പുരാൻ. നമുക്കൊരു ആ ഒരു സീൻ നമുക്കൊന്ന് നോക്കാം മണിച്ചിത്രത്താഴ്. അയ്യോ, ഒരു ശങ്കരൻ അവരൊക്കെ തമ്പിനെ ചെയ്തതോ? കൂടെ ആവാലോ. ഇവിടെ ഇപ്പൊ നമുക്കൊരു മ്യൂസിക് കമ്പോസർ കം ആക്ടർ ഇരിക്കല്ലേ ഷാനിക്ക. ശങ്കർ, ഷാനിക്ക, come on, ശങ്കർ. ഷാനിക്ക. ഇല്ല പാറു, ഇവിടെ ഒരു റിസ്ക് ഉള്ളത് ആ. ഷാനാണ്. ശരിയാ. ഷാനിപ്പോ ഒരു നടനാണ്. ഇവൻ എന്തെങ്കിലും കുളവാക്കിയാലും അടുത്ത് വരുന്ന 3 പടം അവന് കിട്ടാതാണ് അഭിനയിക്കാനുള്ളത്. ശരത് സാർ അങ്ങനെ പറയല്ലേ, ഞാൻ ഒന്ന് ഫ്ലോറിൽ കയറ്റിക്കോട്ടെ. ഞാനില്ല. Please. അതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാ. KSF ഒരു ചിട്ടി എടുത്ത് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ നായകനാക്കും. ഓടിക്കും. ഓഹോ, ഓക്കേ, അപ്പോ നാഗവല്ലിയും ശങ്കരൻ തമ്പി വരൂ. അപ്പോ പ്രേക്ഷകരെ, നമ്മുടെ നാഗവല്ലിയും ശങ്കരൻ തമ്പി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ മണിച്ചിത്രത്താഴിലെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു സീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതാണ്? മണിച്ചിത്രത്താഴിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടുള്ള ഒരു സീൻ. അതായത് നമ്മുടെ ഡോക്ടർ സണ്ണി ലാലേട്ടൻ ശങ്കരൻ തമ്പിയാണെന്ന വ്യാജേന നാഗവല്ലിയെ അതാ ആ ഒരു സീനാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ചേച്ചിക്ക് ഒരു വലിയ ചലഞ്ച് ഉണ്ട്. കാരണം മണിച്ചിത്രത്താഴ് കണ്ട ആളുകൾ ആരും എന്താണ് നാഗവല്ലി അപ്പുറത്ത് കാണിക്കണേന്ന് ഇന്നേ വരെ കണ്ടിട്ടില്ല. ശബ്ദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഇവിടെ കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്നെക്കാളും ടാസ്ക് മഞ്ചരിക്കാൻ ഉണ്ട്. അത് അറിഞ്ഞാ മതി. എനിക്ക് മിക്കവാറും വടിയും കുത്തിയുള്ള നടത്തല്ലേ ഉള്ളൂ. ഡയലോഗ് ഉണ്ട്. അങ്ങനെ വെറുതെ അല്ലല്ലോ, പ്രകോപിപ്പിക്കണ്ടേ? അതാണ്. യെസ്. അപ്പോ ശങ്കരൻ തമ്പിക്ക് ഒരു ഫീല് വരാൻ വേണ്ടിട്ട് എനിക്ക് സൂപ്പർ സ്റ്റാറിന്റെ ആർട്ട് ടീം ഒരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ക്രിസ്മസ് തമ്പി. ഇതെന്താ ക്രിസ്മസിന് വരുന്ന ശങ്കരൻ തമ്പി? വേറൊന്നുമില്ല, കഴിഞ്ഞ ക്രിസ്മസിന് പപ്പാനിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ എടുത്തതാ. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മെതിയടിയോ ഇല്ല ഇതെങ്കിൽ ഇത് പ്ലീസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാരും കണ്ടോളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വാടാ നമുക്ക് പോവാ. யாரது யாரது யாரது? நான் சங்கரன் தம்பி. யோகி, கதவை தர கதவை தர. நீ யாரு? நானா? சண்டாளா, என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. கதவை தர. உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா
எப்ப கொல்லுவேன் வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன் அப்பத்தான் ஆத்திரம் அடங்கும் அப்ப துர்காஷ்டமி அன்னைக்கு வா இப்ப போ நாகவல்லி போ போறேன் இப்ப போறேன் நிச்சயமா திரும்பி வருவேன் உன்னை கொல்வேன் உன் ரத்தத்தை குடிப்பேன் സൂപ്പർ ഇങ്ങ വന്നേ പൊളിച്ചല്ലേ റെല്ലി കൈയടി കൊടുത്തേ ശരത് സാർ എന്തായിരുന്നു ഇത് അസാധ്യം, ഞാനൊന്നും ഉറങ്ങിപ്പോയി. എടാ ഷാനെ കലക്കിടാ മഞ്ചരി സൂപ്പർ 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 ആയിരുന്നു സത്യം. അപ്പൊ നാഗവല്ലി ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? നാഗവല്ലി ഡബിൾ പേഴ്സണാലിറ്റി ആണല്ലോ, അതുകൊണ്ടൊന്നും അറിഞ്ഞൂടാ. എന്നാലും എങ്ങനെയുണ്ടായി ചേച്ചി ആ ഒരു എക്സ്പീരിയൻസ് പറയൂ. അല്ല, ശരിക്കും ആ ഒരു ഡയലോഗ്സ് കേൾക്കുമ്പോൾ അവർ ആ ഡബിങ് ചെയ്തതിന്റെ ആ ഒരു എഫക്റ്റ് ഭയങ്കര ഭീകരമാണ്. കാരണം നമുക്ക് ഒരു എന്താണ് അഭിനയത്തിന്റെ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ ആ ഡയലോഗിൽ അങ്ങ് ഫീൽ ചെയ്തു പോകും. അത്ര മനോഹരമായിട്ടാണ് അവർ ഡബ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് ദുർഗാനന്ദോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല പേര്, ഡബ് ചെയ്ത ആളുടെ. അപ്പോൾ ഫാന്റാസ്റ്റിക് ഡബിങ് ആണ്, അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. ഞാൻ എൻജോയ് ചെയ്തു. തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എൻജോയ് അല്ല. ഷാനിക്ക, ശങ്കരൻ തമ്പി ഞാനും ആക്ച്വലി എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് ഞാനിങ്ങനെ കാലെടുത്ത് വെച്ചത് കൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതൊക്കെ ചെയ്യാൻ ഒരു ചമ്മലുണ്ടായിരുന്നു. ഇപ്പം ആ പരിപാടി കുറഞ്ഞു, ഇല്ലാന്നല്ല കുറഞ്ഞു വരുന്നുണ്ട്. സൂപ്പർ. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള. ഉറപ്പായിട്ടും നമുക്ക് ഒറിജിനൽ ശങ്കരൻ തമ്മിയെ നമ്മളൊന്ന് വരുത്തിക്കണമെങ്കിൽ അതെ, അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ശരത് സാർ വരണം ഒരു ദിവസം. ഓക്കെ, അപ്പൊ എന്തായാലും നാഗവല്ലിയും ശങ്കരൻ തമ്മിയായിട്ട് ഞങ്ങളിത് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നന്നായി. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.